ഒരു പേഴ്സണൽ കാര്യമാണ്. ഇലക്ഷൻ ഓക്കെയാണ്. വലിയ ശാല ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെ ഒന്ന് ദർശനം ഞാനാണ് പറയുന്നത്. ഞാൻ കാന്തല്ലൂർ ശാല എന്ന് പറഞ്ഞു. എവിടെയാണ് വലിയ ശാല? കാന്തല്ലൂർ ശാല. കാന്തല്ലൂർ ശാല പഴയ യൂണിവേഴ്സിറ്റി ആയിരുന്നു. മനസ്സിൽ വിളി പറയല്ലേ, ഇത് പേഴ്സണലായിട്ട് ഷുവറാണ് കേട്ടോ. തന്നെ കോർപ്പസ് മലബാറിക്കസിനെ കുറിച്ച് യോഗവും ചിന്തിച്ചു തുടങ്ങുന്നു. എഴുത്തിലേക്ക് മാറുക എന്നത് സാഹിത്യ കലാ സാംസ്കാരികോത്സവത്തിൽ വെച്ചാണ് ബഹുമാനായ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാർലറ്റ് എന്ന ഷിക്കാഗോക്കാരി അതിശക്തിയായ ഒരു കഥാപാത്രമാണ്. കഥാപാത്രങ്ങളുടെ ശക്തരായ കഥാപാത്രങ്ങളുടെ അദ്ദേഹം കടന്നുപോയിട്ടുള്ള അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് ഓണക്കൂർ സാറാണ്. സദസ്സ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവരെയും ഹൃദയപൂർവ്വം യുവതിയുമായി പ്രണയത്തിലാവുകയും അവളെ ക്ഷേത്രസന്നിധിയിൽ വെച്ച് ആചാരപ്രകാരം ഭാരതീയ ആചാരസംഹിതയിൽ പിറന്ന പെൺകുട്ടിയാണ് ഏഞ്ചൽ. അവൾക്ക് 20 വയസ്സ് ആയിരുന്നു. അച്ഛനുകൾ തേടി ഭാരതത്തിൽ എത്തുന്ന യുവതി. ഇതൊരു സവിശേഷമായ കഥാസങ്കല്പനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പുറത്ത് ജനിച്ചു എങ്കിലും ഇന്ത്യൻ കൈകളിൽ എത്തിക്കുന്നു. ഈ വിശിഷ്ട സദസ്സിനെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആശംസാ പ്രഭാഷണത്തിനായി പത്മനാഭൻ സാറിനെ ക്ഷണിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പൊതുവെ രാഷ്ട്രീയ നിലവിലുണ്ട് താൻ ഇന്നലെ നന്ദി സാർ. ആശംസാ പ്രഭാഷണത്തിനായി ഈ പുസ്തകം ശ്രീമാൻ ബ്ലസ്സിക്ക് കൊടുത്തിട്ടാണ് പ്രകാശിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ബ്ലസ്സിയെ കുറിച്ച് 2 വാക്ക് പറയുവാൻ ബ്ലസ്സിയോടുള്ള എൻ്റെ നന്ദി. കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ എഴുതിയിട്ടുണ്ട്. പത്മനാഭന്റെ കുട്ടികൾ ആരംഭിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത്. വേദിയിലെയും സദസ്സിലെയും ഏറെ ആദരവും ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ബഹുമാനിച്ച് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ എന്നോടൊപ്പം ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് എനിക്ക് ലഭിച്ച വലിയ ഒരു ഇടങ്ങളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുമ്പോൾ മനസ്സ് അറിയുന്നവരുടെ മുന്നിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. രമേശ് സാറ് എന്നെ ഇതിലെ അധ്യക്ഷൻ ശ്രീ ഓണക്കൂർ സാർ, അസൂയാവഹമായ പത്രപ്രവർത്തനം നടത്തിയ ശ്രീ ജി ശക്തിധരൻ അടക്കമുള്ള ശ്രീ റഷീദ്, കൈരളിയുടെ സ്ഥാപകന്മാരിൽ ഒരാളായ ശ്രീ റഷീദ് അടക്കം ധാരാളം നോവൽ എഴുതണം എന്നുള്ള ഒരാഗ്രഹം
പൊടുന്നനെ ഉണ്ടായതല്ല. കുറേ കാലമായി ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കഥ ഇങ്ങനെ തളം കെട്ടി നിന്ന ഒന്നാണ്. പക്ഷെ അത് എഴുതാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇടയ്ക്കൊരു കഥയാക്കി അത് ചുരുക്കാമെന്ന് കരുതി, പക്ഷെ കഥയിൽ അത് നിൽക്കുന്നില്ലാത്തത് കൊണ്ടാണ് നോവലായി മാറ്റാമെന്ന് കരുതി. എഴുതിയപ്പോൾ അത് വളരെ വലിയൊരു നോവലായി പോയി. കർഷകരും തൊഴിലാളികളും പാവപ്പെട്ട മനുഷ്യരും അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ചരിത്രവും അത്ര ഒത്തിരി സ്വന്തം അനുഭവങ്ങളുടെ കഥകൾ നമ്മളെ ഇതുപോലെ മഹാന്മാരായ നേതാക്കന്മാർ വായിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാളുടെ നമ്മുടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് സിക്കിമിൽ പോലീസുണ്ട് വിജയരാഘവൻ ലോകത്തെവിടെ ആത്മകഥ കിട്ടിയാലും കളക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു എൻ്റെ ആത്മകഥ ഒരാൾ എഴുതിയാണല്ലോ. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ആത്മകഥ വായിച്ചാൽ നമുക്ക് പുതിയ പുതിയ ഒത്തിരി കാര്യങ്ങൾ പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം തന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഉണ്ണികൃഷ്ണനായ DCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന പത്തനംതിട്ടയിലെ DCC ഒപ്പിട്ടോ ഫോട്ടോ ക്യാമറ ഇങ്ങോട്ട് വയ്ക്കോ. ഇതിനകത്ത് നോവലിൻ്റെ ഏതെങ്കിലും കഥാപാത്ര മേഡമായിട്ടുള്ള സാജേഷ് അങ്ങനെയൊന്നും വലിയൊരു ഹോബി എന്ന് പറഞ്ഞാൽ ഒരു പുസ്തക പ്രാവശ്യം 1500 പുസ്തക പ്രാവശ്യം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കാം. മുദ്ര അങ്ങോട്ടാണ് കാണിക്കേണ്ടത്. ഒരു മിനിറ്റ് സാറ് ഈ നോവൽ എത്ര നാളുകൊണ്ട് തീർത്തത്?